നമസ്കാരം. നമ്മുടെ ബിഗ് ബോസ് ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി 100 ദിവസം ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ 20 പേരെ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലാക്കി. മോഹൻലാൽ 7ൻ്റെ പണിയായിട്ട് വന്നിട്ട് തുടക്കത്തിലെ തന്നെ 7ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് 20 പേരെയും അതിൻ്റെ അകത്ത് കയറ്റിയത്. അതുപോലെ തന്നെ 3 പേർക്കാണ് അതിൽ ടാസ്കിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ നമ്മുടെ പഴയ മത്സരാർത്ഥി റെനീഷയാണ് ഇലക്ട്രിക് മെഷീൻ നടന്ന് ചാറിനെ പോലെ ചാടിയിട്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയത്. എന്തൊക്കെ അംഗങ്ങൾ കണ്ടുവരും. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, മോഹൻലാൽ താടിയൊക്കെ കളഞ്ഞ് നമ്മൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ലുക്കിൽ ശബരിമലയ്ക്ക് പോണ ഷർട്ടും ശബരിമലയ്ക്ക് പോണ മുണ്ടും കൊടുത്ത് പൊളിയായിട്ടുണ്ട്. നന്നായി അടിച്ച് പൊളിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മൂപ്പര് ആങ്കറിങ്. വളരെ സിമ്പിളാണ്. എത്ര രസകരമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. അഭിനയിക്കാൻ മാത്രമല്ല, മൂപ്പർക്ക് ആങ്കറിങ് ചെയ്യാനും അതിഗംഭീരമായിട്ട് കഴിയുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ബിഗ് ബോസ് ഷോ. മോഹൻലാലാണ് ശരിക്കും പറഞ്ഞ ഒരു സകലകല വല്ലഭൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ മോഹൻലാലിനെ കുറ്റം പറഞ്ഞാലും മോഹൻലാൽ ഒരു താരം തന്നെയാണ്, ഒരു സൈസ് തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര ജന്മം കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു സാധനം ഇനി നമ്മുടെ ഭൂമിയിലുണ്ടാവുമെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ മത്സരാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ ഹഗ് ചെയ്യണം. എത്ര സിമ്പിളായിട്ടാണ് മൂപ്പര് പറയുന്നത്, ഹഗ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. ഒരു മത്സരാർത്ഥി വന്നിട്ട് എൻ്റെ കൂട്ടുകാരിക്ക്, എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ ചേട്ടന്, എൻ്റെ അമ്മയ്ക്ക്, എല്ലാവർക്കും വേണ്ടി എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. അപ്പോൾ മോഹൻലാൽ ചോദിച്ചത്, സരസമായി ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പിടിക്കണ്ടേ എന്ന് ചോദിച്ചു. എനിക്കും വേണ്ടി വേണം. അത് ആദ്യം പറഞ്ഞാൽ പോരെ, നമ്മുടെ ആവശ്യം നമുക്കത് കെട്ടിപ്പിടിക്കേണ്ടത് മോഹൻലാലിനെ, അല്ലാണ്ട് നാട്ടുകാർക്കല്ല എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ട് കെട്ടിപ്പിടിച്ചാൽ പോരെ. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പലരും ഈ മത്സരത്തിൽ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് വലിയ ആർട്ടിസ്റ്റുകൾക്കോ വലിയ സീരിയൽ ആർട്ടിസ്റ്റുകൾക്കൊന്നും താല്പര്യമില്ല. അവരൊക്കെ ഒരു ഇതൊക്കെ നല്ല സീരിയലും സിനിമയൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ചടഞ്ഞു മുടിഞ്ഞിരിക്കുന്നിട്ട് ഇവരെ ഈ നക്കാപ്പിച്ച കാശ് മേടിച്ചുകൊണ്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇവർ പലരെയും വിളിച്ചു, ഒരു രക്ഷയുമില്ല. അതുപോലെ തന്നെ വന്ന മത്സരാർത്ഥികളൊക്കെ നമുക്ക് പൂർണ്ണ സംതൃപ്തി തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാനുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചവർ വരാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ ഇനി വന്നവരെ നമ്മൾ കുറ്റം പറയുന്നുമില്ല, കാരണം അവരെ എങ്ങനെയാണ് ഇവിടെ കളിക്കുക എന്ന് നമുക്കൊരു പിടുത്തമില്ല. ഇനി അവരെ ബിഹേവിയർ എങ്ങനെയാണ്, അവരെ പെരുമാറ്റം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ ഇന്ന് BBയിൽ ഭയങ്കര അടി നടക്കുന്നുണ്ട്, ചുട്ടടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോമണറായി കയറിയുള്ള തൃശ്ശൂർക്കാരൻ, അപ്പോൾ ആ തൃശ്ശൂർക്കാരൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടായിരുന്ന ഒരു രതീഷുണ്ട്. അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ. വന്ന വഴിക്ക് തന്നെ ബോഡി ഷെയ്മിങ് നടത്തുക ചെയ്ത് അനുമോളെ. എന്നെ കാണാനൊരു വൃത്തിയില്ലടി, സംഗതി പറഞ്ഞ് സത്യമാണ്, എന്നിരുന്നാലും അവൾക്കത് ശരിക്കും കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് സുധി, നമ്മുടെ രേണു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ ഭാരത സ്ത്രീകൾക്കൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ മരിച്ചാൽ അപ്പം തന്നെ ചെതയിൽ ചാടി മരിക്കണം എന്നുള്ള പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ മാറി പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ കല്യാണം കഴിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മുതലുള്ളൂ. പക്ഷേ ഭർത്താവ് മരിച്ചാൽ ഭാര്യ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഇപ്പം ഈ യൂത്തിലെ ഏറ്റവും വലിയ തെളിവാണ് ഈ രേണു. ആ രേണുവിനെ എല്ലാവരും അവിടെ കളിയാക്കുന്നുണ്ട്. അതിന് അർഹതപ്പെട്ടതാണ്. അപ്പോൾ ഈ സുധിയുടെ ആത്മാവും കെട്ടിപ്പിടിച്ചിട്ടാണ് വന്നു നോക്കുന്നത്. ഇനിയിപ്പോൾ സുധിയുടെ പ്രേതം ബിഗ് ബോസിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പെട്ടി, സുധിയുടെ സാധനങ്ങൾ, സുധിയുടെ ഷർട്ട് എല്ലാം ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു പ്രേതാത്മാവ് അവിടെ ഉണ്ട്. സുധിയുടെ പ്രേതാത്മാവ് ഇവളുടെ കൂടി ഉണ്ട്. ഇവൾക്ക് എപ്പോഴാണ് ആ പ്രേതാത്മാവുള്ള ശരീരത്തിൽ കയറി നിങ്ങളെയൊക്കെ ശരിപ്പെടുത്തുക എന്നുള്ള ഒരു പിടുത്തമില്ല. എന്തായാലും നമ്മൾ ഇന്ന് മുതൽ നമുക്ക് ബിഗ് ബോസ് കണ്ടു തുടങ്ങാം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബിഗ് ബോസിന്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, മോഹൻലാലിനെ നമുക്കിപ്പോൾ ഒരു കൊല്ലത്തിൽ 1-2 സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ ഒരു 100 ദിവസം നമുക്ക് മോഹൻലാലിനെ കാണുന്നത് വളരെ സന്തോഷമാണ്. നല്ല നല്ല ആൾക്കാരെ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ലേ. അതും 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് മോഹൻലാലിനെ കാണാം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്ക് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.